അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു കുട്ടി നേഴ്സാണ്. അപ്പോൾ ആ കുട്ടി ബസ്സിൽ നിന്ന് എന്നെ കണ്ടു. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ എറണാകുളത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു ടീച്ചർ പണ്ട് പറയാറില്ലേ, ആ വഴിയിൽ നിന്നൊന്നും പേര് വിളിക്കരുത്, ആരോടും ഒന്നും പറയരുത് എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അയാൾ നല്ല ക്ലോസായി സംസാരിക്കാൻ തുടങ്ങി. നമ്പർ ചോദിച്ചു, ഫോൺ നമ്പർ കൊടുത്തു. ഒരു കുട്ടി, അതിലത്തെ ഒരു കുട്ടീൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. അത് അവിടെ എത്തി, ആ കുട്ടി അവർ ഹോസ്റ്റലിൽ എത്തിയ ഉടനെ വിളി വന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അപ്പം എന്തോ സംസാരിച്ച് നിർത്തി. കുറച്ച് കഴിഞ്ഞ് ആദ്യം വിളിക്കാൻ തന്നു. അപ്പോൾ അവൾക്ക് പേടിയോ വന്നു. അപ്പോൾ അവൾ പിന്നെ വേഗം പറഞ്ഞു, ഇത് ഈ ഫോണ് എൻ്റെ ഏട്ടൻ്റെയാണ്, ഏട്ടൻ നാളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അങ്ങനെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യം ഉണ്ടെന്ന് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളോരോ അനുഭവങ്ങൾ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ കുട്ടികളിൽ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവില്ല, ചിലവർക്ക് ഇഷ്ടം. ടീച്ചറിന്റെ റിട്ടയർ ആയതിനു ശേഷം ടീച്ചർ ഏത് വർഷം റിട്ടയർ ആയത്? ഞാൻ 2006. പിന്നെ ഞാൻ 2 കൊല്ലം സെൻട്രൽ സ്കൂളിൽ പോയി, ശ്രീകൃഷ്ണപുരം സെൻട്രൽ സ്കൂളിൽ. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് റിട്ടയർ ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്താ അപ്പോൾ വെറുതെ ഇരിക്കല്ലേ, എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ പോയി മെയിൽ ചേർന്നു. അപ്പോൾ അവർ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെയിൽ വരാൻ പറഞ്ഞു. മെയിൽ ചേർന്നപ്പോൾ എനിക്ക് 8:30 പോകണം, രാവിലെ 5 മണി വരെ നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അവന് എന്തിനാ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും കുട്ടികളൊക്കെ പറയാൻ തുടങ്ങി, ടീച്ചർ വരണം എന്നൊക്കെ പറയാൻ തുടങ്ങി. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റ് ആയപ്പോൾ അവർ ആദ്യം വിളിച്ചു. ഇംഗ്ലീഷിന് അവർക്ക് ആളെ കിട്ടിയിട്ടില്ല. അവർക്ക് ഇപ്പോൾ അപ്പോഴേക്കും മെത്തേഡൊക്കെ മാറി, പ്രോജക്റ്റ് അതൊക്കെ ആയിട്ട് അവർക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ വരും, എങ്ങനെ ടീച്ചറുടെ സൗകര്യം പോലെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മാനേജറും ഒക്കെ പാടെ, മാനേജർ എൻ്റെ ഒരു മാനേജിങ് കമ്മിറ്റിയിൽ എൻ്റെ ഒരു മാഷുണ്ടായിരുന്നു. അവരൊക്കെ പാടെ വന്ന് വിളിച്ചു, എന്തായാലും വരണം, വരാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സൗകര്യത്തിന് വന്നാന്ന് ചോദിച്ചാൽ ഞാനൊരു 10:30 വരാം, ഒരു 11 മണിയാകുമ്പോഴേക്കും ഇൻ്റർവ്യൂ കഴിയുമ്പോഴേക്കും വരാം, എനിക്ക് 2 പീരീഡ് അടുപ്പിച്ച് തന്നാൽ മതി, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. അങ്ങനെ അപ്പോൾ ശരി, സമ്മതിച്ചു. അങ്ങനെ 2 കൊല്ലം അവിടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് കുറച്ച് ഇഷ്ടമായി. ഞാൻ അവസാനം ഞാൻ ചോദിച്ചു, ഞാനിപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടായി ചോദിച്ചു. നല്ല ഗുണമുണ്ടായി ടീച്ചർ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പേടിയില്ല പരീക്ഷ എഴുതാൻ പറഞ്ഞു. അതൊരു സമാധാനമായിരുന്നു. കാരണം അതുവരെ അവരുടെ വിചാരം ഇംഗ്ലീഷൊന്നും പഠിക്കാനില്ല ആണ്. സ്റ്റാഫ് മീറ്റിങ്ങിൽ അവിടെ കുട്ടികൾ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, രക്ഷിതാക്കളും പറഞ്ഞു കേട്ടു, ഇംഗ്ലീഷ് പിന്നെ ഒന്നും പഠിക്കാമല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. 4 പാർട്ടാണ് ക്വസ്റ്റ്യൻസ്. അതിൽ 2 പാർട്ട് ടെക്സ്റ്റ് ബേസ്ഡാണ്, 2 പാർട്ട് ഗ്രാമർ. അത് അൺസീൻ പാസേജ്, അൺസീൻ പോയം അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ പഠിക്കാനുണ്ട് ധാരാളം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ധാരാളം എക്സസൈസൊക്കെ ചെയ്യിക്കാറ്, അതിന് പറ്റിയ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ കുറേ റൈറ്റിംഗ് മെറ്റീരിയൽസ് കൊടുക്കുക. പിന്നെ കുറേ ഓരോന്ന് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ആൻ്റണി സ്പീച്ച് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുക. അവർക്ക് ബോറടിക്കില്ലല്ലോ അങ്ങനെ ആകുമ്പോൾ, അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു, ബ്രൂട്ടസ് സ്പീച്ച് പറയണം. അപ്പോൾ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, ആൻ്റണി പറയാണ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്നൊക്കെ പറയണം. അപ്പോൾ അതിൽ അവസാനം ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ അവസാനം ചോദിച്ചു, വൈ ഡിഡ് ഹി കിൽ സീസർ, വൈ ബ്രൂട്ടസ് കിൽ സീസർ? അപ്പോൾ ഒരു കുട്ടി പറയാം, വെറുതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, അതിനൊരു റീസൺ ഉണ്ട്, അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് അത് അവരത് ആദ്യമായിട്ട് കാണണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ, അതുകൊണ്ടായിരിക്കും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നെങ്കിലും എനിക്ക് പഠിപ്പിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. ഒരു പക്ഷേ നോർത്തിലൊക്കെ പോയി ഒന്നുകൊണ്ടായിരിക്കാം. കഴിഞ്ഞ് പിന്നെ റിട്ടയർ ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ അമ്മാവൻ്റെ കൂടെ പോയി. അവനവിടെ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിർത്താൻ വയ്യാന്ന് തോന്നി. അപ്പോൾ അപ്പോഴേക്കും കാലൊക്കെ മാറി തുടങ്ങി. അപ്പോൾ കുട്ടികൾ ഇനി ഏത് വഴിക്കാതിരിക്കാന്ന് അറിയില്ലല്ലോ. ആ ഒരു പ്രായത്തിൽ കുട്ടികളെ നമ്മൾ നല്ല ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ കൂടെ പോകാമെന്ന് വെച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് അങ്ങനെ താമസിച്ച് അവൻ്റെ കൂടെ നിന്നു. അതിൻ്റെ ഇടയിൽ അവന് പാട്ടിനൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൂട്ടത്തിലതും ഒരു കൊല്ലം അവൻ കോഴിക്കോട് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചു. പിന്നെ 3 കൊല്ലം ഞങ്ങൾ ഒരു റൂം എടുത്തിട്ട് കോളേജിൻ്റെ അടുത്ത് താമസാക്കി അങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴേക്കും പിന്നെ അവന് പാട്ടിനോട് താല്പര്യം തുടങ്ങിയപ്പോൾ പാട്ടൊക്കെ പഠിപ്പിച്ചു. പിന്നെ വെസ്റ്റേൺ ക്ലാസിക്കലാണ് താല്പര്യം. പിയാനൊക്കെ പഠിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ഇങ്ങനെ ഒരു പഴയ കാലങ്ങളിലേക്കൊരു പോക്ക് വളരെ നല്ലൊരു സംഭവമാണ് ശരിക്കും. നമുക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനും അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഓർമ്മിക്കാനും അവിടെയുള്ള ആൾക്കാരെയൊക്കെ വീണ്ടും നമ്മുടെ ധാരയിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുകയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് നമുക്കിപ്പോൾ വെറുതെ ഇത് ബാക്കിയുള്ളവരെ കേൾപ്പിക്കാനല്ല, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഓർമ്മ പുതുക്കാൻ കിട്ടിയൊരു അവസരം തന്നെയാണത്. അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം ഇതിനൊരു വിമുഖത കാണിച്ചുവെങ്കിലും പിന്നീട് തയ്യാറായി. 1 കൊല്ലം ഞാൻ കാസർഗോഡ് നിന്ന് വന്നിട്ട് 1 കൊല്ലം കോങ്ങാട് താമസിച്ചു.
അപ്പോഴും അവിടുന്ന് വരുമായിരുന്നു, സ്കൂളിലേക്ക് വരുമായിരുന്നു ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ ബസ് ടൈം ഒരു ബസ്സേ ഉള്ളൂ ആ ടൈമിൽ. ബസ് വരാൻ വൈകിയാൽ സ്കൂളിലെത്താൻ വൈകും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ലീവൊക്കെ എടുക്കുമ്പോൾ ഒരു ദിവസം മാഷ് പറഞ്ഞു, ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ലീവൊന്നും എടുക്കണ്ട, അവിടെ ആളില്ല, ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്തിട്ട് വർക്ക് ചെയ്യാമല്ലോ ഓണച്ചാൽ. അങ്ങനെ വിചാരിച്ചു ഞാൻ. പിന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് കുട്ടികൾക്ക് സഫർ ചെയ്യില്ലല്ലോ, ടീച്ചേഴ്സ് ഇല്ലാത്താകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഏതായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സ്കൂൾ ജീവിതം. ഇപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് അമ്പലങ്ങളിലെ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ അതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. 2 നേരം അമ്പലത്തിൽ പോകാനും ഒക്കെ സാധിക്കും. പിന്നെ മണ്ഡലക്കാലമൊക്കെ നമ്മളൊരു വ്രതാനുഷ്ഠാനം പോലെ 2 നേരം അമ്പലത്തിൽ പോകും. അവിടുത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ സഹായിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകും. മോൻ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ്. വെസ്റ്റേൺ ക്ലാസിക്കലാണ്. കമ്പോസിങ്ങൊക്കെ താല്പര്യമുണ്ട്. എവിടെയാണ്? കാനഡയിലാണ്. അവന് ഞങ്ങൾ 4 വയസ്സാകുമ്പോൾ അവൾക്ക് പാട്ട് പഠിപ്പിച്ചിരുന്നു. എൻ്റെ മോഹം നല്ലൊരു ക്ലാസിക്കൽ സിംഗർ ആവണം, ഇന്ത്യൻ ക്ലാസിക്കൽ സിംഗർ, കർണാട്ടിക് മ്യൂസിക് പഠിക്കണം, അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കന്ന് വെസ്റ്റേണിനെ പറ്റിയും ചിന്തയില്ല. ഇവിടെ നിന്ന് ആർക്കും അറിയില്ല, ആരും പഠിച്ചിട്ടില്ല. പിന്നെ അവിടുന്ന് കാസർഗോഡ് നിന്ന് പഠിച്ചിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ആദ്യം അവനെ പഠിപ്പിക്കണം എന്ന് അവിടുന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ പഠിപ്പിക്കാൻ ആദ്യം ഒരു മാഷെ കിട്ടി. പക്ഷെ അത്ര ശരിയാണ്. ഒരു കൊല്ലം ഞങ്ങൾ കോങ്ങാട് താമസിച്ചു. അപ്പോൾ അവിടെ ഒരു മാഷുണ്ടായിരുന്നു. അപ്പോൾ ആ മാഷ് അത്ര പോരാൻ തോന്നി. പിന്നെ കുറച്ച് പ്രായമുള്ള ആളാണ്. മാഷ്ക്ക് ബുദ്ധിമുട്ടുണ്ട് വരാനൊക്കെ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റിയപ്പോൾ ഇങ്ങോട്ട് വരാനും പറ്റില്ല. പിന്നെ വേറെ ആരെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ചേറ്റൂർ രാധാകൃഷ്ണൻ മാഷ്, ഇപ്പം ഇല്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടി. അത് മണ്ണൂർ രാജകുമാരനേട്ടൻ ഞങ്ങളുടെ അമ്മാവൻ്റെ മകനാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു തന്നാണ് രാധാകൃഷ്ണൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. അങ്ങനെ രാധാകൃഷ്ണൻ മാഷയുടെ ശിക്ഷണത്തിലായിരുന്നു പിന്നെ പഠിച്ചത്. കുറച്ച് കാലം പഠിച്ചു. അപ്പോഴാണ് അതിനിടയിൽ പാലക്കാട് കീബോർഡിൻ്റെ ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ടെന്ന് മാഷ് പറഞ്ഞു. അപ്പോൾ അവനെ ചേർത്തോളം അവന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കീബോർഡിന് കൊണ്ടുപോയി ചേർത്തു. കീബോർഡ് കുറച്ച് പഠിച്ചപ്പോൾ അവിടെ പിയാനോ തുടങ്ങി. അപ്പോൾ പിയാനോൻ്റെ ഒരു മാഷുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇവന് പിയാനോ പഠിക്കാൻ പറ്റും, ഇപ്പം പിയാനോയിലേക്ക് ചേർക്കും പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞപ്പോൾ പിയാനോയിൽ അവൻ എക്സ്പെർട്ടായി. കുറച്ച് എക്സ്പെർട്ടായി എന്നല്ല പറയണം, എന്നാലും പിയാനോൻ്റെ ഒരു പരീക്ഷ എഴുതി, ഒരു പ്രിലിമിനറി ഒക്കെ എഴുതി. അതിൽ നല്ല ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവൻ അതിലേക്കായി താല്പര്യം, പിയാനോ പഠിക്കുക. അങ്ങനെ പിന്നെ പഠിത്തത്തിനേക്കാളും ശ്രദ്ധ മ്യൂസിക്കിലേക്ക് ആവാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നി. പിന്നെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാനൊരു പിയാനോ ഒക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം വേണ്ടാവുന്നു. അവന് പഠിക്കണം, മ്യൂസിക് ചെയ്യണം, അതാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ സ്കൂളിൽ ഒരു 9ാം ക്ലാസ്സിലൊരു പാടുണ്ടായിരുന്നു ബീത്തോവനെ കുറിച്ച്. അതൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ബീത്തോവൻ പറഞ്ഞ പോലെയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അതിലൊരു വാചകമുണ്ട്, ഐ വിൽ നോട്ട് പ്ലേ ഫോർ സച്ച് സ്വൈൻ എന്നൊരു വാചകമുണ്ട്. അപ്പോൾ അവനത് പറയും. അതൊക്കെ ഒരു പക്ഷേ ഇമ്പ്രസ് ചെയ്തുകൊണ്ടോ എനിക്കറിയില്ല. വെസ്റ്റേൺ ഇതിലേക്ക് ബീത്തോവന് ഭയങ്കര ബഹുമാനമാണ്. എന്താ വെച്ചാൽ ചെവി കേൾക്കാതെയാണ് ലാസ്റ്റ് സിംഫണി എഴുതിയതെന്ന് പറയും. അപ്പോൾ ഒട്ടും ചെവി കേൾക്കാതെ അയാൾ ഇങ്ങനെ പ്ലേ ചെയ്യും. പിന്നെ ഓർക്കസ്ട്ര പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണികളെല്ലാവരും കൈയടിക്കണത് ആരോ ഒരാൾ കാണിച്ചു കൊടുത്തിട്ടാണ് ബീത്തോവൻ കണ്ടതെന്നാണ്. അതാണ് ആ പാഠപുസ്തകത്തിൽ പറയുന്നത്. അതാണ് അത്രയും വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അയാൾ പഠിച്ചത്, അയാളിത് വർക്ക് ചെയ്യണത്. അപ്പോൾ അതാണ് ഇപ്പോൾ ആ വെസ്റ്റേൺ ക്ലാസിക്കലിലേക്കാണ് താല്പര്യം. അങ്ങനത്തെ ഒക്കെയാണ് ഷേക്സ്പിയറിയൻ ഇതൊക്കെ, ചില ഇതൊക്കെ കവിതയൊക്കെ, അങ്ങനത്തെ എന്തൊക്കെയാണ് പരിപാടികൾ. മുഴുവൊന്നും എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ടീച്ചറുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീച്ചറുടെ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? 85 47 86 97 94. ടീച്ചറിന്റെ എപ്പോൾ വിളിച്ചാലും കിട്ടുമല്ലോ അല്ലേ? ഇത് വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം.